നമ്മുടെ രാജ്യം വന്നിട്ട് റീസെൻ്റ്ലി അതായത് ഓഗസ്റ്റ് 15-ാം തീയതി ആഘോഷിച്ചത് 78ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് നമ്മൾ ആഘോഷിച്ചത്. അപ്പോൾ അതേപോലെ ആഘോഷം ടി വി എസ് കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർക്ക് ടി വി എസ് iQube വന്നിട്ട് 3,50,000 വണ്ടിയാണ് ഓവറോൾ വിറ്റിട്ടുള്ളത്. അപ്പോൾ അതിന് സന്തോഷമായിട്ട് അവർ പുതിയൊരു വണ്ടി ഇറക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ നോക്കാൻ പോകുന്ന ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടി വി എസ് iQube ധാരാളം വണ്ടികൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെയിൽസ് റിപ്പോർട്ട് നോക്കിയാൽ തന്നെ ധാരാളം ബുക്കിംഗ്സാണ് വണ്ടിക്ക് ഉള്ളത്. അപ്പോൾ ടോപ്പ് 3 എപ്പോഴും iQube നിൽക്കാറുമുണ്ട്. അപ്പോൾ അതിന് വേറെ കാര്യമുള്ളത് നമുക്ക് ഈ കമ്പനിയുള്ള വിശ്വാസം തന്നെയാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് ടി വി എസ് എന്ന് പറയുമ്പോൾ ബ്രാൻഡ് അത്ര വിശ്വാസമുള്ള ബ്രാൻഡ് തന്നെയാണ്. അത് മാത്രമേ നമുക്ക് പെട്ടെന്നൊരു പെട്രോൾ വണ്ടിയിൽ നിന്ന് ഒരു ഇലക്ട്രിക്കിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിയ ചേഞ്ചസ് ഫീൽ ചെയ്യാത്തൊരു വണ്ടിയാണ് ടി വി എസ് iQube. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ജുപ്പിറ്റർ ഓടിക്കുന്ന അതേ ഫീലാണ് ടി വി എസ് iQube ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, വേറെ ഒരു കാര്യമുള്ളത് നമുക്ക് ആഫ്റ്റർ സെയിൽ സർവീസും ടി വി എസിന് വളരെ നല്ലതാണ്. അപ്പോൾ ധാരാളം ബുക്കിംഗ്സ് ആണ് ഈ വണ്ടിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ടി വി എസിൻ്റെ ഭാഗത്ത് നിന്ന് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 3,50,000 വണ്ടി വിറ്റ സ്ഥിതിക്ക് അവർ പുതിയ വണ്ടി ഇറക്കാൻ പോകുന്നതാണ് അനൗൺസ് ചെയ്തത്. ആ വണ്ടിയുടെ പേര് വന്നിട്ട് iQube സെലിബ്രേഷൻ എഡിഷൻ എന്നാണ് വണ്ടിക്ക് പേരിട്ടിരിക്കുന്നത്. ആക്ച്വലി വണ്ടി വരുന്ന 2 ഓപ്ഷൻസിലാണ്. നമുക്ക് 3.4 kW ബാറ്ററി ബാക്കിൻ്റെ ഓപ്ഷനും അതുപോലെ iQube S വേരിയൻസിലാണ് വണ്ടി വരുന്നത്. ഈ വണ്ടിയുടെ പ്രൈസ് നമ്മൾ പറയുകയാണെങ്കിൽ 3.4 kW നമുക്ക് റേറ്റ് വരുന്നത് 1,20,000 രൂപയാണ് എക്സ്ഷോറും വില വരുന്നത്. നേരെ മറിച്ച് iQube Sൻ്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,29,000 രൂപയാണ് എക്സ്ഷോറും വില. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി വണ്ടിയുടെ ബുക്കിംഗ്സ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓഗസ്റ്റ് 15 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വേറെ കാര്യമുള്ളത്, ആദ്യം ബുക്ക് ചെയ്യുന്ന 2,000 പേർക്ക് മാത്രമാണ് ഈ വണ്ടി കിട്ടുള്ളൂ. പക്ഷേ അതിൽ വേറെ സന്തോഷ വാർത്തയുള്ളത്, നമുക്ക് വണ്ടിയുടെ പ്രൈസിൽ ഒരു ചേഞ്ച് വരുന്നില്ല. അതായത് നിങ്ങളിപ്പം സ്റ്റാൻഡേർഡ് വണ്ടി എടുത്താൽ തന്നെ നമുക്ക് ഈ സെയിം റേറ്റേ വരുന്നുള്ളൂ. നിങ്ങളിപ്പം ഈ സ്പെഷ്യൽ എഡിഷൻ അതായത് സെലിബ്രേഷൻ എഡിഷൻ എടുത്താലും നിങ്ങൾക്ക് വണ്ടിക്ക് സെയിം റേറ്റാണ് വരുന്നത്. അപ്പോൾ ആദ്യം വരുന്ന ആൾക്കാർ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള സ്കീമിലാണ് വണ്ടി വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി പ്രീ ബുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തോന്നുന്നു നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് നിങ്ങളുടെ ടി വി എസിൻ്റെ ഷോറൂം തോന്നുന്നു നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യാം. അതിൽ മെയിൻലി കാര്യമായി ചേഞ്ച് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, അതിൻ്റെ ഡ്യുവൽ ടോൺ കളറിലാണ് വണ്ടി വരുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കോപ്പറും ബ്രൗണും ബ്ലാക്കും തമ്മിലുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വണ്ടി വരുന്നത്. അത് മാത്രമല്ല കുറച്ച് ബോൾഡ് ഡെക്കൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒരു എൻ്റെ ഈ സ്റ്റിക്കേഴ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭംഗി കൂടുതലുള്ള സ്റ്റിക്കേഴ്സാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ വേറെ കാര്യമുള്ളത്, നമുക്ക് സ്പെഷ്യൽ എഡിഷൻ ബാഡ്ജിങ്ങും വരുന്നുണ്ട്. അതായത് ഫ്രണ്ടിൽ വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സെലിബ്രേഷൻ എഡിഷൻ ഡെക്കൽ അതിൽ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തെ വണ്ടി നല്ല അട്രാക്റ്റീവ് ഡിസൈനിലാണ് വണ്ടി വരുന്നത്. ഈ കോപ്പറും ബ്രൗണും ബ്ലാക്കും കളർ എനിക്ക് എന്താ പേഴ്സണലി ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട് വണ്ടി കാണാൻ. അപ്പോൾ ഒറ്റയടിക്ക് നമുക്കൊരു സ്പെഷ്യൽ എഡിഷൻ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ആ വണ്ടിയുടെ പവർ ട്രെയിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സെയിം തന്നെയാണ്, ഒരു മാറ്റമില്ല. 3 kW ഇലക്ട്രിക് മോട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ പീക്ക് പവർ എന്ന് പറഞ്ഞാൽ 4.4 kW ആണ്. അതായത് 5.9 bhp ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 വണ്ടി, അതായത് ടി വി എസിൻ്റെ iQube 3.4 kW iQube Sലും നമുക്ക് ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത് 78 km ആണ് പറയുന്നത്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 100 km ആണ് സിംഗിൾ ചാർജിൽ കമ്പനി അവകാശപ്പെടുന്നത്. അത് വേറെ കാര്യമുള്ളത്, നമുക്കതിൽ പിന്നെ ചാർജർ വന്നിട്ട് 650 വാട്ട്സിൻ്റെ ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 0 to 100 അച്ചീവ് ചെയ്യാൻ വേണ്ടി 4 മണിക്കൂർ 30 മിനിറ്റ് മതി. അത് എക്സിസ്റ്റ് വണ്ടിയുടെ സെയിം സ്പെക്ക് തന്നെയാണ് വണ്ടിക്കകത്തുള്ളത്, ഒരു മാറ്റവും ഇല്ല. ആകപ്പാട് ചേഞ്ച് ഉള്ളത് നമുക്ക് ഡ്യുവൽ ടോൺ കളർ വരുന്നുണ്ട്. അപ്പോൾ അതിന് അവർ അഡീഷണൽ ഒരു പേയ്മെൻറ്റ് വാങ്ങിക്കുന്നില്ല. നിലവിലുള്ള അതേ റേറ്റ് തന്നെയാണ് ഈ സ്പെഷ്യൽ എഡിഷന് ടി വി എസ് വിൽക്കുന്നത്. അടുത്ത നമ്മൾ ഡെലിവറീസിന് ദിവസം നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 26 മുതലൊക്കെ ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അവർക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം വണ്ടി ഓവറോൾ കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എന്നൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് വണ്ടി ബുക്ക് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് മാക്സിമം വീഡിയോ എത്തിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ആ ഒരു ക്വിക്ക് അപ്ഡേറ്റ് തരാൻ വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാതെ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ബെല്ലൈക്കൺ പ്രസ് വെച്ച് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.